ഹായ്, ലാജു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്ന് കപ്പ നടുകയാണ്. അപ്പോൾ കപ്പക്കോലൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. ഈ കപ്പയെല്ലാം മുറിച്ച് കപ്പ നടുന്ന രീതിയാണ്. ഇപ്പം ഞങ്ങൾ കൂന കൂട്ടാതെ വാരം കോരിയാണ് കപ്പ നടുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ക്യാമറമാനായിട്ട് എൻ്റെ ഉണ്ണിക്കുട്ടി, മറ്റേ എൻ്റെ താത്തുക്കുട്ടിയൊക്കെ ഉണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഞാനിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കമ്പുകളെടുത്ത് എങ്ങനെയായാലും ഒരു 148 കുഴിക്കുള്ളൊരു കപ്പക്കോണ്ട് മൊത്തം 200 കുഴിയുണ്ട്. 148 തണ്ടേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയണം. ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് പൊട്ടി എൻ്റെ വളയിടുന്ന ചടങ്ങുകളെല്ലാം ഞങ്ങൾ കാണിക്കുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും അങ്ങോട്ട് ഷെയർ ചെയ്ത് 6 മാസ കപ്പയാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ വീണ്ടും കപ്പയായിട്ട് വരികയാണ്. കപ്പയുടെ നട്ട് കണ്ടോ, കോല് കുത്തി വാരം കോരിയാണ് ഞങ്ങൾ ഇടുന്നത്. നല്ലതായിട്ട് കിളച്ച് മറിച്ചിട്ട് അതിനകത്ത് ചാണകപ്പൊടിയും നമ്മുടെ ചാരവും കുമ്മായവും ഒക്കെ ഇട്ടിട്ടാണ് ഈ വാരം കോരിയിരിക്കുന്നത്. മാക്സിമം ജൈവവളമാണ് ഞങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പം മാക്സിമം കിളച്ച് മറിച്ച് വാരം കോരി, വാരത്തിന് മാക്സിമം നല്ലൊരു വിളവ് കിട്ടുമെന്നാണ്. ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിലും വാരം കോരിയാണ് കപ്പ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നല്ല വിളവാണ് കിട്ടിയത്. ഒറ്റപ്പണി കൊണ്ട് കപ്പ റെഡിയാണ്. പിന്നെ കള പറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ കപ്പ വിളവുണ്ടാവും. അപ്പം കപ്പ വെട്ടി തടി വെച്ച് ഞങ്ങൾ നല്ല ഒറ്റ വെട്ടിന് മുറിയണം. ഒറ്റ വെട്ടിന് മുറിഞ്ഞു 1.5 അടി വെച്ചാണ് കപ്പ വെട്ടി മുറിയുന്നത്. അപ്പം നല്ല രീതിയിൽ കപ്പ സെറ്റ് ചെയ്യുന്നു, ഒരു കുത്തി വെക്കുന്നു. അതുപോലെ എല്ലാ ഭാഗങ്ങളും നല്ല കിളച്ച് ഭാഗത്ത് നമുക്ക് കൂടുതൽ സ്ഥലം കിട്ടും. ഈ കൂന കൂട്ടുന്നതിനെക്കാട്ടും കൂടുതൽ കപ്പ ഇടാനുള്ള സ്ഥലം വേണം. നല്ല പുല്ലും നല്ല കാലമായാലും നല്ല കിളച്ച് മറിച്ച്. ഇനി അപ്പുറത്തെ പുല്ല് പറിക്കാനുണ്ട്. പുല്ല് പറിച്ച് വൃത്തിയാക്കി സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം അപ്പുറത്തെ പുല്ല് കളരിക്കുകയാണ്. നല്ല പുല്ല് പറിച്ച് അതും സെറ്റ് ചെയ്തിട്ട് അവിടെയും കപ്പയാണ്. മൊത്തം ഇത് തന്നെ 200 മൂടടുത്ത് വരും. 200-250 മൂടടുത്ത് കപ്പ ഇടാനുണ്ട്. അപ്പുറത്തും 200 മേളിൽ കപ്പ ഇടാൻ പറ്റും. അങ്ങനെ മൊത്തം 400 കോഴി കപ്പ ഇടാം. അപ്പം ഞങ്ങളുടെ കപ്പ കൃഷി മാത്രമല്ല, ഞങ്ങൾ പല ചീര കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. ചീര പാകി നിർത്തിയിരിക്കുന്നു. അതൊക്കെ ഇനി കിളുത്ത് നടണം. പിന്നെ ഈ കൂവയുടെ ഒരു വാരം കോരി കൂവ കിളുത്ത് നിൽക്കുന്നു. കൂവ ഒരു വാരമുള്ളൂ കൂവയ്ക്ക്. നല്ല കൂവ, നാടൻ കൂവ. അപ്പോൾ എല്ലാം കൃഷി ചെയ്യുക. പിന്നെ അത് പയർ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കൃഷി ചെയ്യാനും പറ്റത്തില്ല. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട്. മാക്സിമം ഞങ്ങൾ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞങ്ങളുടെ 6 മാസ കപ്പ കൃഷി കിളിപ്പ് പൊട്ടി കിളിക്കുന്നതെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.